എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. വസുദൈവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇതാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ കവാടം. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം. ഇവിടെ ക്ഷേത്രത്തിൽ പരമശിവനും ശ്രീ പാർവതി ദേവിയുമാണ് മുഖ്യ പ്രതിഷ്ഠകൾ. മഹാദേവനെ കിഴക്ക് ഭാഗത്തേക്കും പാർവതി ദേവിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ മഹാക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ മഹാദേവനേക്കാൾ പ്രസിദ്ധി പാർവതി ദേവിക്കാണ്. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ആദിപരാശക്തിയായ അമ്മ സ്വയംവര പാർവതി, മഹാകാളി, സതി തുടങ്ങിയ ഭാവങ്ങളിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. ഭഗവതിക്ക് ശിവനേക്കാൾ പ്രസിദ്ധിയുണ്ടെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ചെങ്ങന്നൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പമ്പാ നദിയുടെ പടിഞ്ഞാറേ കരയിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭീമാകാരമായ വട്ട ശ്രീകോവിലാണ് ഇവിടുത്തേത്. ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലിലാണ്. ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗം ചെമ്പുമേഞ്ഞതാണ്. ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗത്ത് സ്വർണ്ണ താഴികക്കുടമാണ് ഉള്ളത്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ശില കാണാം. ആ ശിലയുടെ മുകളിൽ കയറി നിന്ന് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തൊഴുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ ക്ഷേത്രത്തിന് മുകളിലെ സ്വർണ്ണ താഴികക്കുടം ദർശിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് ആ ശില. ഈ ശിലയിൽ നിന്ന് ഭക്തജനങ്ങൾ ഈ ഒറ്റക്കാലിൽ നിന്ന് തൊഴുന്നതിൻ്റെ പിന്നിലെ ഐതിഹ്യം ഇപ്രകാരമാണ്. ഒരു കാലത്ത് ഈ പ്രദേശം വിഷഹാരികളായ ഒരുപാട് നാഗങ്ങൾ വസിച്ചിരുന്നൊരു പ്രദേശമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നാഗങ്ങളെ ആരാധിച്ച് നാഗങ്ങളെ ഉപാസിച്ച് ജീവിച്ചിരുന്നവർ ആയിരുന്നു അന്ന് കാലത്ത് ഇവിടെ ഉള്ള ജനങ്ങൾ. അതുകൊണ്ട് തന്നെ നാഗങ്ങളെ ആരാധിച്ച് നാഗങ്ങളുമായി ഇടപഴകി ജീവിച്ചിരുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് നാഗങ്ങളിൽ നിന്ന് ഏൽക്കുന്ന വിഷമില്ലാതെ ആക്കുന്ന ചികിത്സാ സമ്പ്രദായവും വശം ഉണ്ടായിരുന്നു. ഇവിടെ കറുത്തേടത്ത് മുരുങ്ങൂർ എന്ന കുടുംബത്തിലെ വിഷചികിത്സ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എത്ര വലിയ വിഷമേറ്റ ആളാണെങ്കിൽ പോലും അവരെ പൂർണ്ണമായും ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കറുത്തേടത്ത് മുരുങ്ങൂർ കുടുംബത്തിന് സാധിച്ചിരുന്നു. അങ്ങനെ ആ കാലത്ത് ഇവിടെ ഈ പ്രദേശത്ത് ഒരു അഹങ്കാരിയായ ഒരു വിഷഹാരി ഇവിടെ എത്തുകയും ഇവിടെയുള്ളവരെയെല്ലാം അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. ഈ വെല്ലുവിളി നടത്തിയ സമയത്ത് മുരുങ്ങൂർ കുടുംബത്തിൽ അന്നേ ദിവസം 12 വയസ്സുള്ള ഒരു ബാലനും അദ്ദേഹത്തിൻ്റെ മാതാവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബാലൻ ഇവിടെ ക്ഷേത്രത്തിലെത്തി പടിഞ്ഞാറേ നടയിൽ നിന്ന് പാർവതി ദേവി ഉപാസിച്ചു. ഒരു വിഷഹാരി ഇവിടെ എത്തി ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ്. തറവാട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യണം പരാശക്തി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാലൻ തിരികെ തറവാട്ടിലേക്ക് പോയി. അന്ന് രാത്രി ബാലൻ ഉറങ്ങുന്ന സമയത്ത് ബാലൻ്റെ സ്വപ്നത്തിൽ പാർവതി ദേവി തന്നോട് സംസാരിക്കുന്നതായി സ്വപ്നം കണ്ടു. നേരെ അറയ്ക്കുള്ളിൽ ചെന്ന് നോക്കൂ, അവിടെ ഒരു ചെമ്പ് കുഴൽ കാണാം. അത് എടുത്തുകൊണ്ട് നേരെ വെല്ലുവിളി നടത്തിയ ആ വിഷഹാരിയുടെ അടുത്തേക്ക് ചെല്ലു ആയിട്ടാണ് ബാലൻ കുട്ടി പാർവതി ദേവി തന്നോട് പറയുന്നതായി സ്വപ്നം കണ്ടത്. പിറ്റേന്ന് രാവിലെ ഈ കുട്ടി ഈ സ്വപ്നത്തെക്കുറിച്ച് തൻ്റെ മാതാവിനോട് അമ്മയോട് പറയുകയുണ്ടായി. അമ്മ രാവിലെ അറയ്ക്കുള്ളിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു ചെമ്പുകുഴൽ കാണാനിടയായി. ആ ചെമ്പുകുഴലെടുത്ത് ബാലൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ബാലനോട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആ കുഴലും എടുത്തുകൊണ്ട് ബാലൻ നേരെ വെല്ലുവിളി നടത്തി ആളുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങയുടെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ഈ കുഴലിൽ നിന്നും ഒരു നാഗത്തെ പുറത്തേക്ക് വരുത്താം. അങ്ങ് ഈ നാഗത്തെ തിരിച്ച് കുഴലിലേക്ക് കയറ്റാമോ എന്ന് ആ ബാലൻ അദ്ദേഹത്തോട് ചോദിച്ചു. തീർച്ചയായും എനിക്ക് അത് നിസ്സാരമായി സാധിക്കുമെന്ന് അദ്ദേഹം തിരിച്ച് മറുപടിയും പറയുകയും ചെയ്തു. ബാലൻ ആ കുഴലിൽ നിന്നും ഒരു പുറത്തേക്ക് വിളിച്ചു വരുത്തി. ഈ ചെമ്പുകുഴലിൽ നിന്നും പുറത്തേക്ക് വന്ന നാഗം ഭീകരമായി വളരുകയും വെല്ലുവിളിച്ച വിഷകാരിയെ ദംശിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഇടങ്ങി നീങ്ങുകയും ചെയ്തു. അദ്ദേഹം എത്ര ശ്രമിച്ചിട്ട് നാഗത്തെ തിരിച്ച് കുഴലിലേക്ക് കയറ്റുവാൻ സാധിച്ചില്ല. ഒടുവിൽ അദ്ദേഹം ഭയന്ന് പ്രാണരക്ഷാർത്ഥം ആ ബാലന് മുന്നിൽ 2 കൈകളും കൂപ്പി എന്നെ രക്ഷിക്കൂ എന്ന് കരഞ്ഞു പറഞ്ഞു. ആ ബാലൻ അപ്പോൾ തന്നെ നാഗത്തോട് തിരിച്ച് കുഴലിലേക്ക് കയറുവാനും പറഞ്ഞു. അപ്പോൾ തന്നെ നാഗം തിരിച്ച് കുഴലിലേക്ക് കയറി. അതിനുശേഷം ആ ചെമ്പുകുഴൽ ആ ബാലൻ കൊണ്ടുവച്ച ദ്വാരമാണിത്. ഇവിടെ ഇപ്പോഴും ആ ചെമ്പുകുഴലിൽ നാഗമുണ്ട് എന്നാണ് വിശ്വാസം. കറുത്തേടത്ത് മുരുങ്ങൂർ കുടുംബത്തിലെ 12 വയസ്സുള്ള കുട്ടിയോട് വെല്ലുവിളിച്ച് പരാജയപ്പെട്ട ആ അഹങ്കാരിയായ വിഷഹാരിയുടെ കയ്യിലുണ്ടായിരുന്ന നാഗതന്ത്രങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും നാഗാരാധനയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും ഔഷധങ്ങളും ഒക്കെ ഇവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് കുഴിച്ചിട്ട് അതിന് മുകളിൽ ഒരു കല്ലെടുത്ത് സ്ഥാപിച്ചു, ഒരു ശിലയെടുത്ത് സ്ഥാപിക്കുകയും ചെയ്തു. ആ ശിലയാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ട ശില. ആ ശിലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് അകത്തെ ശ്രീകോവിലിൻ്റെ താഴികക്കുടം ദർശിച്ച് തൊഴുതാൽ ആ തൊഴുന്ന ആൾക്ക് അന്നേ ദിവസം വിഷം ഏൽക്കില്ല എന്നതാണ് വിശ്വാസം. പണ്ട് ഒരു കാലത്ത് ഈ ദ്വാരത്തിൽ കൈയിട്ട് കള്ളം പറയുന്ന ആളെ ദ്വാരത്തിനകത്തിരിക്കുന്ന നാഗം ദംശിക്കുമെന്നാണ് വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ആരും തന്നെ ഇവിടെ എത്തി കൈയിട്ട് കള്ളം പറയാറില്ലായിരുന്നു. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.